Hello, love energy, the most powerful energy in this world. എന്താണ് ലവ്? സ്നേഹം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു തരം വികാരമാണ് സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിൻ്റെ സിമ്പൽ നമ്മൾ ഹാർട്ടായിട്ട് വരയ്ക്കുന്നത് അല്ലേ? ഈശ്വരൻ്റെ പരമമായ ഭാവം എന്താണെന്ന് ചോദിച്ചാൽ അതും സ്നേഹം തന്നെയാണ്. സോ നമ്മൾ ഗോഡ് ഈസ് ലവ് എന്നൊക്കെ പറയാറില്ലേ? നമുക്ക് ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കാം, എന്തിനേയും സ്നേഹിക്കാം. അതിനവരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ലവ് 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. കണ്ടീഷണൽ ലവും അൺകണ്ടീഷണൽ ലവും. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും കണ്ടീഷണലായിട്ടാണ് മറ്റുള്ളവരെ ലവ് ചെയ്യുന്നതെന്ന്. അതായത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരും അതേ അളവിൽ തിരിച്ച് സ്നേഹിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോഴാണ് അവിടെ പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതാണ് കണ്ടീഷണൽ ലവ്. ഇനി അൺകണ്ടീഷണൽ ലവ് എന്താ നോക്കാം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അൺകണ്ടീഷണൽ ലവ്. അതായത് ഒരു കണ്ടീഷനും ഇല്ലാത്ത ഒരവസ്ഥ. ഒരു കണ്ടീഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സങ്കടങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് അല്ലേ? സ്നേഹത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. ഏതൊരാളും തോറ്റുപോകുന്നത് സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രമാണ്. അത് എത്ര വലിയ ദുഷ്ടനായാൽ പോലും നമ്മൾ സ്നേഹത്തിലൂടെ ആരെയും നമുക്ക് ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് കാരണം എന്താണെന്നറിയോ? എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം സ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ സ്നേഹം ആക്ട് ചെയ്യുകയാണെങ്കിൽ പോലും മറ്റൊരാൾക്കത് മനസ്സിലാക്കാൻ കഴിയാതെ കബളിക്കപ്പെട്ടു പോകുന്നത്. ഓക്കെ, അതുപോലെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ. ഒരുപാട് സ്നേഹത്തോടെ 2 മനുഷ്യർ അല്ലെങ്കിൽ 2 ഹൃദയങ്ങൾ തമ്മിൽ ഒന്നു ചേർന്നാൽ അവരെ കൊണ്ട് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലവ് എന്നത് അത്രയ്ക്ക് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എനർജിയാണെന്ന്? താങ്ക് യു.